കൊടുത്തല കിട്ടി. ഇനി ഇതെല്ലാം ഒരുക്കി പാകപ്പെടുത്തി കൃഷി ചെയ്യണം. അത് കാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇറക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി ഒരു 2 ഏക്കർ സ്ഥലത്ത് പൊടിയിട്ട് പിടിപ്പിക്കാനുണ്ട്. ഇത് പയ്യാനിയുടെ തൈകളാണ്. പൊടി നട്ടുപിടിപ്പിക്കാനായിട്ട് വാങ്ങിച്ചു വച്ചിരിക്കുകയാണ്. ഒരു തൈക്ക് 20 രൂപ വെച്ചായി. ഇതിന് കുറേ പൊടിത്തല കിട്ടിയതാണ്. ഇത് ഏലത്തിൻ്റെ 2 വെറൈറ്റികളാണ്. ഒന്ന് ബ്ലാക്ക് കാർഡമോ, ഒന്ന് റെഡ് കാർഡമോ ആണ്. ഇത് വനപ്രദേശത്തൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് നട്ടുപിടിപ്പിച്ചാൽ ഒന്ന് ഏലക്ക ഉണ്ടാകും. ബ്ലാക്ക് കാർഡമത്തിന് വിലയുള്ളതാണ്. ഏതായാലും ഇന്ന് കുറച്ച് കൊടുത്തല കിട്ടിയതുകൊണ്ട് ഇന്ന് വിശ്രമമില്ല. ഇത് ഒരുക്കി വൃത്തിയാക്കി വെച്ചാൽ നാളെ ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ കുറേ കൊടുത്തലകൾ വില കൊടുത്ത് വാങ്ങി വെച്ചതാണ്. പിന്നെ ഒരെണ്ണത്തിന് 50 രൂപ വെച്ചാൽ ഒരു കൂടയ്ക്ക്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരെണ്ണത്തിന് 200 രൂപ വെച്ച് വിലയായി. അതുകൊണ്ട് ഇത് ഈ വെള്ളമുള്ള സ്ഥലത്ത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കണ്ടലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണല്ലോ ഈ കാട്ടുതിപ്പലി അല്ലെങ്കിൽ കുളിബ്രിയം എന്ന് പറയുന്ന സാധനം. അത് ഗ്രാഫ്റ്റ് ചെയ്തത് വെള്ളമുള്ള സ്ഥലത്ത് കഴുകി പോകാൻ നിൽക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടെ ഇപ്പം ഒരു തൈക്ക് 200 രൂപ വിലയാണ്. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. നട്ടുപിടിപ്പിക്കാനായിട്ട് ഒരു 10 തൈ സംഘടിപ്പിച്ചു.